ഭാര്യമാര് ഈ പറയുന്ന പോലെ എനിക്ക് വീട് ഭരിക്കണം എന്ന് പറയുന്ന ഭരണമല്ല നയിക്കുക എന്നുള്ളതാണ്. നയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അന്ന് എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാൻ തയ്യാറാവണം. എനിക്ക് എന്റെ ഭർത്താവ് അടിമ എന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പം പ്രകൃതിദത്തമായിട്ട് നോക്കുവാണെങ്കിലും എല്ലാ സ്പീഷ്യസിന്റെയും മെയിൽ ആണ് ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. അത് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് കരുത്തര സ്ത്രീകള് മാനസികമായി കരുത്തര് പുരുഷന്മാരെക്കായി സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ പുരുഷന്മാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, സ്ത്രീകൾ ദുർബലരാണ്. അതിനോട് ഒരിക്കലും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഒരു ഇമോഷണലി ഒരു പ്രോബ്ലം വരുമ്പോൾ സ്ത്രീകളാണ് അത് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. പക്ഷേ ഫാമിലി നയിക്കുന്നത് ഭർത്താവ് നയിക്കണമെന്ന് പറയുന്നത് ഇപ്പൊ ഒരു ലയബിലിറ്റീസിന്റെ കാര്യം വരുമ്പോ സ്ത്രീകള് ഇപ്പൊ തനിക്ക് 25,000 രൂപ ശമ്പളമുണ്ട്, ഭാര്യ 25,000 രൂപ തന്റെ സ്വന്തമാണെന്നാ പറയുന്നത്. ഭർത്താവിന് 50,000 രൂപ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിന് വേണ്ടിയാ. സോ അങ്ങനെ ഒരു പോയിന്റ് വരുമ്പോ എങ്ങനാ ഭാര്യ തന്നെ നയിക്കണമെന്ന് പറയുന്നത്? ഇതിനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? തുകയും കൊണ്ടുവന്ന് തരുമോ? എനിക്ക് എതിർപ്പുണ്ട്. അല്ല, ഭർത്താവ് തന്നെ നയിക്കണം. എനിക്ക് നയിക്കുക ഭരിക്കുക ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആരാരെയാണ് നയിക്കേണ്ടത്? പ്രായപൂർത്തിയായ ബോധമുള്ള രണ്ടുപേര് കല്യാണം കഴിക്കുന്നു. ഓ അതെ, 2 കുട്ടികളും ഉണ്ട്. അപ്പൊ ഇതിൽ ആരെ നയിക്കണം ഭരിക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് ആ വാക്കുകളോട് തന്നെ യോജിപ്പില്ല. മാരേജ് എന്ന് പറഞ്ഞ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, ഈക്വൽ ആയിട്ടുള്ളതാണ്. ഷെയർഡ് റെസ്പോൺസിബിലിറ്റി മെജോറിറ്റി ആയിട്ട് ഞാനും കൂടെ അടിച്ചേക്കാവുന്ന രക്ഷയില്ല. അല്ല, നയിക്കാന്ന് പറഞ്ഞ വാക്ക് ഞാനാട്ടാ പറഞ്ഞത്. നയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഭാര്യക്കും ഭർത്താവിനും ലൈസൻസ് ഉണ്ട്. ഒരേ സമയം 2 പേർക്കും കൂടി ഒരു വണ്ടി ഓടിച്ചു. പക്ഷെ അത് നയിക്കാന്ന് പറഞ്ഞ കുടുംബം മൊത്തത്തിൽ നയിക്കലല്ല. ഓരോരുത്തരും ഓരോ കാര്യത്തിൽ എഫിഷ്യന്റ് ആയിരിക്കും. ഒരു കാര്യത്തിൽ ഇവർ ലീഡ് റോൾ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വൃത്തിയായിട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അതിന്റെ വേറൊരു വശം, ഇത് വർഷങ്ങളായി പുരുഷന്മാര് ചെയ്ത് വന്നതുകൊണ്ട് മാത്രം സ്ത്രീകൾ അതിനോട് ഇൻട്രൊഡ്യൂസ്ഡ് അല്ല. പലരും ഈ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇതില് പലരും ഇപ്പൊ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന ആൺകുട്ടികളുണ്ടാവും, പെൺകുട്ടികൾ എത്ര പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ പെൺകുട്ടികളെ ഇപ്പൊ ഡ്രൈവിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇങ്ങനത്തെ പല കാര്യങ്ങളിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആൺകുട്ടികളെ കുക്കിങ്ങിൽ എല്ലാ മേഖലയിലോട്ടും സ്ത്രീകൾക്ക് വരാനും പറ്റില്ല. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റിനെ ഞാൻ ഇതിന്റെ പോയിന്റ് എന്താ പറയാ, ഇപ്പൊ സ്ത്രീകൾ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ ഒരുപാട് മുന്നിട്ട് വരുവാണെങ്കിൽ അവർക്കൊരു ഫിനാൻഷ്യൽ ക്രൈസ് വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഈ ഫിനാൻഷ്യൽ ക്രൈസ് സോൾവ് ചെയ്യാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കുകയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും മൈക്രോ ഫിനാൻസുകളെ സമീപിക്കും. ഭാര്യ മാത്രമാണ് വീട് നയിക്കുന്നെങ്കിൽ, ഭർത്താവിന് അവിടെ ഒരു റോളും ഇല്ലെങ്കിൽ, അത് പിന്നീട് അവരെ ഫിസിക്കലിയും മെന്റലിയും അബ്യൂസ് ചെയ്യാനുള്ളൊരു കാരണമാവും. ഭർത്താവിന്റെ തണലിലാണെങ്കിൽ ഈ കാര്യം അവിടെ ഉണ്ടാവത്തില്ല. അതായത് ഫിനാൻഷ്യലി കൂടുതൽ